ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പി എസ് സി ഏറ്റവും പുതിയതായിട്ട് പ്രസിദ്ധീകരിച്ച അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ സിലബസ് ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാറ്റഗറി നമ്പർ 527/2024. ആരെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ പോയി അപ്ലൈ ചെയ്യുക. നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഒരു സുവർണ അവസരം തന്നെയാണ് ഈ പറയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ തമ്പനയിൽ ഇട്ടിരിക്കുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് ഉള്ള ലോട്ടറി എന്ന് തന്നെ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഏകദേശം ഒരു 6 മാസങ്ങൾക്ക് മുമ്പ്, അതായത് 2024 ജൂലൈ 27 നമ്മൾ എന്ത് ചെയ്യുന്നത്, LDC 2024 ട്രിവാൻഡ്രം ജില്ലയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് നിങ്ങൾ എന്തൊക്കെയാണോ പഠിച്ചത് അത് അങ്ങനെ തന്നെ എന്ത് ചെയ്യുക, വീണ്ടും ഒന്ന് റിവിഷൻ ചെയ്യുക. അത്ര മാത്രമാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ലിസ്റ്റിൽ കയറാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള സിലബസ് എന്താണെന്നുള്ളതും LDCക്ക് നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചത് LDCയുടെ സിലബസ് എന്തൊക്കെയാണെന്നുള്ളതും, അതേപോലെ എങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ലിസ്റ്റിൽ വരാനായിട്ട് പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. ആദ്യം നമുക്ക് സിലബസിനെ കുറിച്ചൊന്ന് നോക്കാം. സിലബസ് ഇങ്ങനെയാണ്. ചരിത്രത്തിന് 5 മാർക്കാണ് നിലവിൽ വരുന്നത്. ഭൂമിശാസ്ത്രം 5 മാർക്കാണ്. ധനതത്വശാസ്ത്രത്തിന് 5 മാർക്കാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്. കേരള ഭരണ സംവിധാനത്തിന് 5 മാർക്കാണ്. ജീവശാസ്ത്രം പൊതുജന ആരോഗ്യം 6 മാർക്ക്. ഭൗതിക ശാസ്ത്രത്തിനാണെങ്കിൽ 3 മാർക്കാണ്. രസതന്ത്രം 3 മാർക്ക്. കലാകായികം സാഹിത്യം 5 മാർക്കാണ്. കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരം 3 മാർക്ക്. സുപ്രധാന നിയമങ്ങൾ 5 മാർക്ക്. ആനുകാലിക വിഷയങ്ങൾ 20 മാർക്കാണ് വരുന്നത്. ലഘുഗണിതം മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും, അതായത് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിക്ക് 10 മാർക്കാണ് വരുന്നത്. ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്. പ്രാദേശിക ഭാഷ മലയാളം നമുക്ക് 10 മാർക്കാണ് വരുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഏകദേശം 6 മാസം മുന്നേ നമ്മൾ പഠിച്ചത്. ഏകദേശം ഒരു 6 മാസങ്ങൾക്ക് മുമ്പേ അതിൻ്റെ എന്ത് ചെയ്തിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്തത്, പഠിച്ച് പരീക്ഷ എഴുതി. ഇന്ന് ഈ ഒരു എക്സാം നമ്മൾ എഴുതുമ്പോൾ ഏകദേശം നമ്മുടെ ടൈം എന്ന് പറയുന്നത്, അതായത് ഒരേ ടോപ്പിക്ക്, ഈ ടോപ്പിക്ക് ഇങ്ങനെ തന്നെ നിങ്ങൾ ഏകദേശം 1 വർഷമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് വീണ്ടും ഇത് റിവൈസ് ചെയ്ത് എന്തിലേക്ക് പോകുന്നത്, എക്സാമിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ലോട്ടറി എന്ന് പറയുന്നത്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നിലവില് LDC കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ LDCക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ എല്ലാവരും പ്രൊഫൈൽ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട് ഏകദേശം 9 ജില്ലകളിൽ. അവരൊക്കെ എന്ത് ചെയ്യാണ്, നിലവിൽ അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ നിലവിൽ എന്താണ് മെസ്സേജ് വരാത്ത ഒത്തിരി ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടിയിട്ട് ദൈവം കൊണ്ടുതന്ന വലിയൊരു ചാൻസ് ആണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ. ഒന്നുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പഠിച്ചത്, അതായത് അന്ന് നിങ്ങൾ 50, 55, 60 മാർക്കിലൊക്കെ നിന്ന ആളുകൾ എന്ത് ചെയ്യുക, വീണ്ടും ഒന്നുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക. അങ്ങനെ റിവിഷൻ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന നല്ലൊരു റാങ്കിലേക്ക് വരാനും ജോലി ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കാരണം ഇപ്പം നിലവിൽ പീക്കിലുള്ള പല ഉദ്യോഗാർത്ഥികളും എന്ത് ചെയ്യുന്നു, LDC കിട്ടി, അതേപോലെ തന്നെ എന്താണ് LGSന്റെ നിയമനം, ഇതൊക്കെ വരുമ്പോഴത്തേക്കും അവരൊക്കെ അങ്ങോട്ടേക്ക് പോകും. പിന്നെ എന്താണ് നിലവിലുള്ളത്, നിങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങൾ ഇനി പഠിക്കുന്നത് എന്താണോ ആ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും ഒന്നുകൂടി വീണ്ടും റിവിഷൻ ചെയ്യുക. കോമ്പറ്റീറ്റീവ് എക്സാം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതായത് എന്താണ്, നിങ്ങൾ റിവിഷൻ ചെയ്യുക, പഠിക്കുക, എക്സാം എഴുതുക. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താനായിട്ട് പറ്റത്തുള്ളൂ. LDCയുടെ സമയത്ത് നമ്മൾ ചെയ്ത സ്ട്രാറ്റജി തന്നെയാണ് ഈ പ്രാവശ്യം ASMന് വേണ്ടിയിട്ടും നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് LDCയുടെ സിലബസ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് വിവിധ വകുപ്പുകളിലെ ക്ലർക്ക് LDC കാറ്റഗറി നമ്പർ 504, 503, 2003. 503ഉം 504ഉം രണ്ടും ഉണ്ട്. ഒന്ന് എന്താണ് ഈ പറയുന്ന എന്താണ് തസ്തിക മാറ്റം വഴിയുള്ളതാണ്. അപ്പൊ അത് ബാക്കിയുള്ളത് 504ഉം 503ഉം. വിശദമായ പരീക്ഷയുടെ സിലബസ് ആണ് ഈ കാണുന്നത്. ചരിത്രത്തിന് 5 മാർക്ക് സെയിം അങ്ങനെ തന്നെ. ഭൂമിശാസ്ത്രം 5, ധനതത്വശാസ്ത്രം 5, ഇന്ത്യൻ ഭരണഘടന 5, കേരള ഭരണ സംവിധാനം 5 മാർക്കാണ്. ജീവശാസ്ത്രം പൊതുജനാരോഗ്യം 6 മാർക്ക്. ഭൗതിക ശാസ്ത്രം 3, രസതന്ത്രം 3, കലാകായികം സാഹിത്യം സംസ്കാരം 5 ആണ്. കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരം 3, സുപ്രധാന നിയമം 5, ആനുകാലിക വിഷയം 20 മാർക്കാണ്. ലഘുഗണിതം മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി 10, ജനറൽ ഇംഗ്ലീഷ് 10, പ്രാദേശിക ഭാഷ 10. അങ്ങനെ എന്താണ്, ഇങ്ങനെയാണ് നിലവിൽ എന്ത് ചെയ്തിരിക്കുന്നത്. ഇതാണ് LDയുടെ സിലബസ് എന്ന് പറയുന്നത്. ഒരു വ്യത്യാസവും ഇല്ല മക്കളെ, അങ്ങനെ തന്നെ
കൊടുത്തിരിക്കുന്നു ASMന്റെ. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് ഓരോന്ന് നോക്കിക്കഴിഞ്ഞാൽ പൊതുവിജ്ഞാനം, ചരിത്രം, കേരളം യൂറോപ്യന്മാരുടെ വരവാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. LDCയുടെ നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ്. ഇതേ അങ്ങനെ തന്നെ കിടക്കുന്നു, കേരളം യൂറോപ്യന്മാരുടെ വരവ്. ഒരു വ്യത്യാസവും ഇല്ല. എന്താണോ നിങ്ങൾ LDക്ക് വേണ്ടി പഠിച്ചത് അത് അങ്ങനെ തന്നെ എന്ത് ചെയ്യുക, വീണ്ടും പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മുടെ ഇപ്പോൾ ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചാനലിൽ നമ്മൾ അന്ന് LDCക്ക് വേണ്ടിയിട്ട് ചെയ്തത് 75 ഹോട്ട് ടോപ്പിക്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PSC എക്സാമുകളിൽ ചോദിച്ചേക്കണ 75 ഹോട്ട് ടോപ്പിക്സ് എടുത്ത് ആ ഹോട്ട് ടോപ്പിക്സുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ വെറും ക്ലാസ്സുകൾ മാത്രമല്ല, 75 ഹോട്ട് ടോപ്പിക്സുകളും അതിൻ്റെ PDF നോട്ടുകളുമാണ് നമ്മൾ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ 75 ഹോട്ട് ടോപ്പിക്സും PDF നോട്ട്, അതേപോലെ തന്നെ ഈ ഓരോ എക്സാമുകളും, അതായത് എക്സാമുകൾക്ക് വേണ്ടിയിട്ട്, അതായത് 2021 മുതൽ 24 വരെ ചോദിച്ച PSCയുടെ 10th ലെവല്, +2 ലെവല്, ഡിഗ്രി ലെവൽ വരെയുള്ള എക്സാംസുകൾ എടുത്ത് ആ എക്സാംസിൽ വന്ന ചോദ്യപേപ്പറുകൾ വിശകലനം ചെയ്തുകൊണ്ട് നമ്മൾ LDC റാപ്പിഡ് റിവിഷൻ എന്ന് പറയുന്ന ഒരു സീരീസ് കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക്, LDCയുടെ ബിഗിനേഴ്സ് ആയിട്ടൊരു ഉദ്യോഗാർത്ഥിക്ക് പോലും 65 മാർക്കിന് മുകളിലേക്ക് വാങ്ങാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും എന്ത് ചെയ്യാം, ഈ പറയുന്ന ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന LDCയുടെ ഹോട്ട് ടോപ്പിക്സ് 75 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എന്താണ് യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്. അത് ആദ്യം മുതൽ ഡേ 1, ഡേ 2, ഡേ 3 അങ്ങനെ തന്നെയാണ് പോകുന്നത്. അതേപോലെ തന്നെ റാപ്പിഡ് റിവിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്താണോ നമ്മൾ പഠിച്ചത് അതിൻ്റെ റിവിഷനാണ് ഈ റാപ്പിഡ് റിവിഷനിൽ വന്നിരിക്കുന്നത്. അങ്ങനെ പോയിട്ടുണ്ട്. 75 ഹോട്ട് ടോപ്പിക്സ് എന്താണെന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് അതിൻ്റെയും വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് ഒന്നുകൂടി എന്ത് ചെയ്യുക, പഠിക്കുക. പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ASMന്റെ ആദ്യ റാങ്കിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റും. 10 പൈസ മുടക്കില്ല. നിങ്ങൾക്ക് ക്ലാസ് ഉണ്ട്, PDF നോട്ട് ഉണ്ട്, ടെലഗ്രാം ക്വസ്റ്റ്യൻസ് ഉണ്ട്, റിവിഷൻ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ പക്ക ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതും സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്തു പോയേക്കുന്നത്. എല്ലാത്തിൻ്റെ ഇപ്പോൾ അറൈവൽ ഓഫ് യൂറോപ്യന്മാരുടെ ആഗമനം എന്ന് പറയുമ്പോൾ നമ്മൾ പോർച്ചുഗീസിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ക്ലാസ് അവസാനിക്കുന്നത് ആരിലായിരിക്കും, ഫ്രഞ്ചുകാരിലായിരിക്കും. അപ്പോൾ എന്താണ്, എല്ലാവരെ കുറിച്ചും, അതേപോലെ തന്നെ തിരുവിതാംകൂർ ഹിസ്റ്ററി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരുവിതാംകൂർ ഹിസ്റ്ററി മാർത്താണ്ഡവർമ്മയിൽ തുടങ്ങി ശ്രീ ചിത്ര തിരുനാളിലായിരിക്കും അത് അവസാനിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, പഠിച്ച് സെറ്റായി തന്നെയാണ് പോയിരിക്കുന്നത്. കാരണം ഇത്രയും കറക്റ്റായിട്ട് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്ലാസ് എല്ലാം എടുത്തതും ഞാൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് അങ്ങനെ തന്നെയാണ് പഠിച്ച് ഓരോന്നും ചെയ്തത് എന്ന് വ്യക്തമായിട്ട് എനിക്ക് പറയാനും സാധിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ 75 ഹോട്ട് ടോപ്പിക്സ് ഉൾപ്പെടെയുള്ള എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ലിങ്ക് ഞാൻ താഴെ ഇട്ടേക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു പണി ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ ആദ്യം മുതൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന 75 ഹോട്ട് ടോപ്പിക്സ് ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്ത് സെറ്റായിട്ട് തന്നെ പഠിച്ചു പോകാം. അപ്പോൾ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്താണ് വേണ്ടതെന്നുള്ളത്. ഞാൻ എന്തിനും തയ്യാറാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, റിവിഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ കോമ്പറ്റീറ്റീവ് എക്സാംസിന് എല്ലാം നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മൾ പഠിക്കുക, നന്നായിട്ട് എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക. എക്സാംസുകൾ എഴുതുക, നമ്മുടെ പോരായ്മകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, എന്നിട്ട് പഠിച്ചു മുന്നേറുക. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളൂ. അങ്ങനെ പഠിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ മക്കളെ, നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. സിലബസിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ 2 സിലബസിന്റെ ഡീറ്റെയിലും നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടേക്കാം. ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ പഠിക്കേണ്ട ഓരോ കാര്യങ്ങളെ കുറിച്ച് 75 ഹോട്ട് ടോപ്പിക്സ് ഓരോ ക്ലാസ്സിന്റെയും ലിങ്ക് താഴെ ഉണ്ടാവും. അതും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഫോളോ ചെയ്താൽ മതി. അതേപോലെ തന്നെ പുതിയ ക്ലാസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ താഴെ പറഞ്ഞാൽ മതി. നമുക്ക് ഏറ്റവും പുതിയ ക്ലാസ്സുകളായിട്ട് ASMന്റെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ASMന് വേണ്ടി പഠിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അവർക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ കൂടട്ടെ. ഉറപ്പായിട്ടും അവർക്ക് നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റും. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ നമ്മൾ ഈ ഒരു അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും അതേപോലെ തന്നെ ടെലഗ്രാം ചാനലിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇതെല്ലാം പക്ക ഫ്രീ ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. എന്ന് കരുതി ഒരു കോംപ്രമൈസും ഇല്ല. എല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ കാര്യങ്ങളും തന്നിരിക്കും. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ക്ലാസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.